കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഒരു ബേസിക്സ് ആയിരുന്നു പഠിച്ചത്. അതായത് ജനറലായിട്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചു. അതുപോലെ തന്നെ അതിന്റെ യൂസസ്, ഓരോ റേഡിയേഷൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നു, പിന്നെ എക്സ്റേ എങ്ങനെ ഉണ്ടായത്, അതിന്റെ ഹിസ്റ്ററി, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്യുപ്മെന്റ് പാർട്ടിനാണ് ഈ അഡ്വാൻസ്ഡ് ഇമേജ് ടെക്നിക് എന്ന ടോപ്പിക്സിൽ വരുന്നത്. നമ്മുടെ എല്ലാ മെഷീനറികളും അതിന്റെ പാർട്സ് ചെയ്യുന്ന ഫങ്ഷൻസ് ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമുക്ക് അതിന്റെ ഫിസിക്സും കൂടെ അതിന്റെ കൂടെ പഠിച്ചു പോകണം. നിങ്ങൾ ഫിസിക്സ് മോസ്റ്റ്ലി ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് അതിന്റെ ഇന്ററാക്ഷൻസ് വരുന്നത്, അതെങ്ങനെയൊക്കെയാണ് പ്രൊഡ്യൂസ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും പലപ്പോഴും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, പിന്നെ പലർക്കും അത് ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഏതായാലും നമ്മൾ അത് ബ്രീഫായിട്ട് എല്ലാ സബ് ടോപ്പിക്സിലും വരുന്ന അതിന്റെ ഫിസിക്സ് നമ്മൾ ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്റേ പ്രൊഡക്ഷൻ പഠിച്ചു. അപ്പൊ രണ്ട് ടൈപ്പ് ഇന്ററാക്ഷൻ കാരണമായിട്ടാണ് എക്സ്റേസ് ഉണ്ടാവുന്നത്. മെയിനായിട്ട് 4 ഇന്ററാക്ഷൻ, ജനറലായിട്ട് പറയുകയാണെങ്കിൽ 4 ഇന്ററാക്ഷൻ വഴി എക്സ്റേസ് പ്രൊഡ്യൂസ് ആകും. ഓക്കെ, അതില് ഫസ്റ്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഔട്ടർ ഷെല്ല്, അതായത് ഒരു ആറ്റത്തിന്റെ ഏറ്റവും വെളിയിലുള്ള ഷെല്ലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതിൽ നോർമലി അങ്ങനത്തെ റേഡിയേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിന്റെ ന്യൂക്ലിയസ് ആറ്റമായിട്ട് അതിന്റെ അടുത്ത് കൂടെ ഇന്ററാക്ട് ചെയ്ത് പോകുമ്പോൾ റേഡിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി വേറെ 2 ഇന്ററാക്ഷൻസ് ആണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇന്നർ ഓർബിറ്റൽസ് ആയിട്ട്, അതായത് നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്താൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അതിന്റെ ഇലക്ട്രോൺസിന് ഓർബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഷെൽസ് ഉണ്ടാവും. ഈ ഷെൽസിലാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിന്റെ ആ ഒരു ഫോർമുലയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. അത് നോർമലി പറയാ 282 2882. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും 2882. ഇത് എപ്പോഴും ഒക്ടറ്റ് എന്ന് പറയും. ഇതിന്റെ ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവുക. ഇതില് ഒരു ഇലക്ട്രോൺസ്, ഇപ്പോ ഇതൊരു സ്റ്റേബിൾ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. 2 മാത്രമാണെങ്കിൽ ഇത് സ്റ്റേബിൾ ആണ്, 28 ആണെങ്കിൽ സ്റ്റേബിൾ ആണ്, 288 ആണെങ്കിൽ സ്റ്റേബിൾ ആണ്, 2882 അല്ലെങ്കിൽ 28818 അങ്ങനെ 64 അങ്ങനെ കുറെ ഇത് വരും. അത് ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ കോൺഫിഗറേഷൻ വ്യത്യാസം വരും. ഓക്കെ, ഇപ്പോ ഇതൊരു സ്റ്റേബിൾ ആയ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഇത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അത് സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്ന സംഭവം വരുന്നില്ല. കാരണം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്താൽ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആകുമ്പോൾ അതിനൊന്നും പ്രൊഡ്യൂസ് ആവില്ല, അതൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ നമ്മള് എന്ത് ആറ്റം ആയിട്ടായിരിക്കും എക്സ്റേസ് ഉണ്ടാവാൻ വേണ്ടി ഏത് ആറ്റമാണ് ഇൻവോൾവ് ചെയ്യുക? നോർമലി നമുക്കറിയാം ടങ്സ്റ്റൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന ഓരോ ആറ്റത്തിന്റെ അറ്റോമിക് പാർട്ടിക്കിൾ ടങ്സ്റ്റന്റെ ഒരു ആറ്റമാണ്. ഓക്കെ, ഈ ടങ്സ്റ്റന്റെ ആറ്റമായിട്ട് 2 ടൈപ്പ് ഇന്ററാക്ഷൻസ് വരും. ഈ ഇന്ററാക്ഷൻ വരുമ്പോൾ ഇത് ഇൻസിഡന്റ് ഇലക്ട്രോൺ ആണ്. ഇൻസിഡന്റ് ഇലക്ട്രോൺ ഇവിടുന്ന് വരുന്നതാണ് ഇൻസിഡന്റ് ഇലക്ട്രോൺ. ഓക്കെ, ഇത് ഇജക്റ്റഡ് ഇലക്ട്രോൺ എന്ന് പറയും. വെളിയിൽ പോകുന്നത് ഇൻസിഡന്റ്, അതിലേക്ക് ഹിറ്റ് ചെയ്യുന്നത് ഇൻസിഡന്റ് ഇലക്ട്രോൺ, അതിന് വെളിയെ പോകുന്നത് ഇജക്റ്റഡ് ഇലക്ട്രോൺ. ഓക്കെ, ഇപ്പോ ഇത് ടങ്സ്റ്റന്റെ ആറ്റം ആണ്. അതില് നോർമലി എന്തുണ്ടാവും, ഒരുപാട് പിന്നെ ഞാൻ ഒക്ടേറ്റ് കണക്കാക്കിയിട്ട് നമ്മൾ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്ത് വരയ്ക്കുന്നുള്ളൂ. ഇതിലിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു 8 ഇലക്ട്രോൺസ് ഉള്ള ഒരു ഓർബിറ്റൽ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ ഇന്നർ ഓർബിറ്റിൽ വീണ്ടുണ്ടാവും, അതിൽ 2 ആയിരിക്കും, നോർമലി അറിയുന്നതായിരിക്കും. അപ്പൊ ഈ ഇന്നർ ഓർബിറ്റിലായിട്ട് വെളിയിൽ നിന്ന് വരുന്ന ഒരു ഇൻസിഡന്റ് ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺ എവിടെ വരുന്നു? നമ്മൾ ഇന്നലെ പറഞ്ഞു ഫിലമെന്റ് സർക്യൂട്ട് എന്ന് പറയുന്ന സർക്യൂട്ടിൽ നമ്മൾ അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അളവിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യും?
ഇലക്ട്രോൺസ് വെളിയിൽ ചാടും. കാരണം എന്ന് വെച്ചാൽ തെർമോണിക് എമിഷൻ. തെർമോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന് അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അളവില് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺസിനെ പുറന്തള്ളും. ആ പുറന്തള്ളുന്ന ഇലക്ട്രോൺ ആണ് നമ്മുടെ ടാർഗറ്റിലുള്ള ഈ ടങ്സ്റ്റൺ ആറ്റം ആയി നമ്മൾ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇന്ററാക്ട് ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് ഇന്ററാക്ഷൻ വരും. ഒന്ന് ഇന്നർ ഓർബിറ്റലായിട്ട് ഇന്ററാക്ഷൻ വരും, അതുപോലെ തന്നെ ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ഷൻ വരും. ഓർബിറ്റിന്റെ ഉള്ളിലുള്ള ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള പാർട്ടിനാണ് ന്യൂക്ലിയസ് എന്ന് പറയാം. ഈ ന്യൂക്ലിയസ് ആയിട്ട് ഇന്ററാക്ഷൻ വരും. അപ്പൊ രണ്ട് ഇന്ററാക്ഷൻ വരും. ഒന്ന് ഇന്നർ ഓർബിറ്റലായിട്ട് ഇന്ററാക്ഷൻ വരും, അതുപോലെ ന്യൂക്ലിയസ് ആയിട്ട് ഇന്ററാക്ഷൻ വരും. അപ്പോ ഇന്നർ ഓർബിറ്റലായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന എക്സ്റേസിനെയാണ് ക്യാരക്ടറിക് എക്സ്റേസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ബ്രൗൺ എക്സ്റേസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ വേറെ പേര് പറയുന്നത് ബ്രേക്കിംഗ് റേഡിയേഷൻ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് ഇതിന് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് റേഡിയേഷൻ എന്നും ഇതിൽ പറയും. അപ്പൊ രണ്ട് ഇന്ററാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ, ഒന്ന് ബ്രൗൺ എക്സ്റേ. ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ എന്ന് പറയുമ്പോൾ അത് ഒരു ആറ്റത്തിന്റെ ഇന്നർ ഓർബിറ്റലായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ കാരണമായിട്ട് ഉണ്ടാകുന്നതിനാണ് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേസ് എന്ന് പറയുന്നു. അതുപോലെ ന്യൂക്ലിയസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിനെ ബ്രൗൺ എക്സ്റേസ് എന്ന് പറയുന്നു. ഓക്കെ, ഈ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഓക്കെ, ഇനി കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഈ രണ്ട് ഇന്ററാക്ഷനിൽ എങ്ങനെയാണ് നമുക്ക് എക്സ്റേ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഈ ഇൻസിഡന്റ് ഇലക്ട്രോൺസ് ഓർബിറ്റായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിൽ നോർമലായിട്ട് അതിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ഇത് വെളിയിലേക്ക് ചാടിക്കും. ഓക്കെ, വെളിയിലോട്ട് ചാടിക്കുമ്പോൾ ഇവിടെ എന്താവും, ഒരു വാക്കൻസി വരും, ഒരു ഒഴിവ് വരും. ഈ ഒഴിവ് വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഒരു ഒഴിവ് വരുമ്പോൾ എന്ത് സംഭവിക്കും, അത് ആ ഒഴിവിനെ നികത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതിന്റെ ഉള്ളിലുള്ള ലോ എനർജി ഓർബിറ്റൽസിലുള്ള എക്സ്റേസ്, ഇതിന്റെ വെളിയിലുള്ള ഹൈ എനർജി ഓർബിറ്റലില് ഇത് എങ്ങനെ പുറത്തുള്ള ഓർബിറ്റിൽ ഹൈ എനർജി വരികയെന്ന് വെച്ചാല്, ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും ഓരോ ഇലക്ട്രോൺസിനെയും ഇത് പിടിച്ചു നിർത്തുന്നത് ഒരു എനർജി വെച്ചിട്ടാണ്. അതിന് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ബൈൻഡിങ് എനർജി, ഈ ഇലക്ട്രോൺസിന് എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആണ്. ഇതിന്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്. സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഈ സ്ട്രോങ് അട്രാക്ഷൻ ഫോഴ്സ് കാരണമാണ് ഇത് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഒരു ആറ്റം പോലെ നിലനിൽക്കുന്നത്. സോ ഈ നോർമലായിട്ട് ഇതിന്റെ അടുത്തുള്ള ഓർബിറ്റൽസും ന്യൂക്ലിയസ് ആയിട്ടുള്ള അതിന്റെ പവർ എന്തായിരിക്കും, അട്രാക്റ്റീവ് പവർ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, ഇത് അടുത്താണ്, അടുത്തായിട്ട് ഇതിനെ അട്രാക്ട് ചെയ്യാൻ വളരെ കുറച്ച് എനർജി മതി. നേരെ മറിച്ച് വിട്ടുള്ള കുറച്ച് ദൂരെയുള്ള അതിന് എവേ ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ കുറച്ചും കൂടി എനർജി വേണ്ടി വരും. അപ്പൊ ഔട്ടർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ആയിട്ടോ നല്ല എനർജി വേണ്ടി വരും. ഓക്കെ.